വാർത്തയിലേക്ക്. സ്കൂൾ തുറക്കാനിരിക്കെ പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിലെ ഫ്യൂസ് ഊരി KSEB. വൈദ്യുതി ബില്ലിൽ 24,016 രൂപയുടെ കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് KSEBയുടെ നടപടി. പ്രശ്നം ഉടൻ പരിഹരിക്കാനാകുമെന്ന് DEO ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് സിന്ധു പറഞ്ഞു. വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട്. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയമാണിത്. ഇവിടെ കഴിഞ്ഞ 2 ദിവസമായി വൈദ്യുതിയില്ല. KSEB ഫ്യൂസ് ഊരിയതാണ്. 80,000 ചില്ലാനം രൂപയായിരുന്നു ഇവിടുത്തെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസത്തെ വൈദ്യുതി ബില്ല്. ഇതിൽ 24,016 രൂപ അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സർക്കാരിൽ നിന്ന് ഫണ്ട് വരാത്തത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ഇത് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവിടെ ഫീസ് ഊരിയിട്ടുള്ളത്. 23 ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. 18 കമ്പ്യൂട്ടറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത് KSEBയുടെ ഭാഗത്തുനിന്ന്. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാത്ത പക്ഷം ഇവിടുത്തെ സ്കൂൾ പ്രവേശനോത്സവം നടക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഇവിടെ ഡിലേ ആയിട്ടുണ്ട്. സ്വാഭാവികമായും അതിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവണം. ഫണ്ട് യഥാസമയം ലഭിക്കേണ്ടതുണ്ട്. ഇത് KSEBക്ക് അടച്ചാൽ മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു കത്ത് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ജൂനിയർ സൂപ്രണ്ടായ സിന്ധു പറഞ്ഞിട്ടുള്ളത്. അവർക്ക് പൈസ അടയ്ക്കാനുണ്ട്, നമ്മൾ അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അതിനുള്ള പുനഃസ്ഥാപിക്കാനുള്ള കത്ത് കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. KSEB ചെയ്തു തരാമെന്ന് പറഞ്ഞ് നമ്മൾ അലോട്ട്മെന്റ് DPക്ക് അയച്ചിട്ടുണ്ട്. അവർ അനുവദിച്ചു തരാറുണ്ട്. വേഗം അനുവദിച്ചു തരാറുണ്ട്. ഇനി എത്ര ദിവസം ഇങ്ങനെ തുടരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഈ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ജീവനക്കാർക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 23 ആളുകളുണ്ട് ഇവിടെ. കാര്യമായ മഴയില്ല, ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ഈ മുകൾ നിലയിലാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത്. എന്തായാലും ഫാനുകളും അതുപോലെ തന്നെ ബൾബുകളും ഒന്നും പ്രകാശിക്കാത്ത അവസ്ഥയാണ്. ഒപ്പം തന്നെ ഈ സിസ്റ്റം എല്ലാം തന്നെ കൃത്യമായി, ഈ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും എല്ലാം കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമായിരിക്കും ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളുമായിട്ട്, അതായത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. കാരണം എല്ലാം ഓൺലൈനായ ഒരു കാലത്ത് നമുക്ക് സ്വാഭാവികമായി ഇതിൽ സർക്കാരിന്റെ രേഖകൾ എല്ലാം തന്നെ കൂടുതലും സോഫ്റ്റ് കോപ്പികളാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴിയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. എല്ലാം തന്നെ കഴിഞ്ഞ 2 ദിവസമായി ചെയ്യാനാവാതെ പെൻഡിങ്ങിലാണ്. അത് എത്രയും പെട്ടെന്ന് KSEBയിലെ പ്രശ്നം വിദ്യാഭ്യാസ വകുപ്പ് പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർ. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടനൊപ്പം വിനേഷ് കുമാർ, News 18 പാലക്കാട്.